വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ നൊമാഡ് വിസയെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ കൺട്രീസിലാണ് വിസ കൊടുക്കുന്നത്, എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ, എന്റെ ഈ കൈ കിടക്കുന്ന വളയുടെ കിളിക്കത്തിന്റെ സൗണ്ട് വീഡിയോയിൽ ഇൻ ബിറ്റ്വീൻ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ വിസ മെയിൻ ആയിട്ട് റിമോട്ട് വർക്കേഴ്സിനുള്ളതാണ്. നമ്മളെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഫുള്ളി റിമോട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിസയ്ക്ക് എലിജിബിൾ ആണ്. നമ്മളെ ജോബ് ഹൈബ്രിഡ് മോഡിലാണെങ്കിൽ ഈ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വിത്ത് റിമോട്ട് വർക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിസയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ വിസ തരുന്ന രാജ്യത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുകയും അവിടെ നിന്ന് നമുക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതായത് നമുക്കിപ്പം ആ രാജ്യത്തിൽ പോയിട്ട് അവിടുത്തെ ബീച്ചിലോ അവിടുത്തെ റെസ്റ്റോറന്റിലോ എവിടെ വേണമെങ്കിലും നമുക്കിരുന്ന് വർക്ക് ചെയ്യാം. ആക്സസിബിലിറ്റി ഉണ്ട് അവിടെ. ചില രാജ്യങ്ങളിൽ 1 to 5 years നമ്മളവിടെ കണ്ടിന്യൂസ്ലി ഈ വിസ വെച്ചിട്ട് താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ റൂൾ അനുസരിച്ച് അവിടുത്തെ ഗവൺമെന്റ് നമുക്ക് PR തരും. ഇനി ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഡിജിറ്റൽ നൊമാഡ് വിസ കൊടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ സ്പെയിൻ നോക്കുകയാണെങ്കിൽ 5 കൊല്ലത്തെ വിസയാണ് കൊടുക്കുന്നത്. 5 കൊല്ലം കഴിയുമ്പം വിസ കൺവേർട്ട് ചെയ്ത് നമുക്ക് PR ആക്കാനും പറ്റും. ഇനി പോർച്ചുഗൽ ആണെങ്കിൽ D8 എന്ന് പറയുന്ന ഒരു വിസ 1 കൊല്ലത്തേക്കാണ് കിട്ടുന്നത്. അത് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാനും പറ്റും അത് കഴിഞ്ഞ്. എസ്റ്റോണിയ ആണെങ്കിൽ ഡിജിറ്റൽ നൊമാഡ് വിസ 1 ഇയറിലേക്കാണ് തരുന്നത്. ഗ്രീസിലും ഡിജിറ്റൽ നൊമാഡ് വിസ 1 ഇയറിലേക്കാണ് കൊടുക്കുന്നത്. അത് നമുക്ക് റിന്യൂ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനും പറ്റും അത് കഴിഞ്ഞ്. ഇനി അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് വരുമ്പോൾ കോസ്റ്ററിക്ക, ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഡിജിറ്റൽ നൊമാഡ് വിസ കൊടുക്കാറുണ്ട്. ഇനി ഏഷ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ UAE ദുബായ്, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങിയ കൺട്രീസ് ഡിജിറ്റൽ നൊമാഡ് വിസ കൊടുക്കാറുണ്ട്. പല രാജ്യങ്ങൾക്കും ഡിജിറ്റൽ നൊമാഡ് വിസയ്ക്ക് പല രീതിയിലുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഫുൾ ടൈം റിമോട്ട് കോൺട്രാക്ട് ജോബ് ഒപ്പിക്കാൻ നോക്കി ആ കൺട്രീസിൽ പോയി സെറ്റിൽ ആവാൻ നോക്കുക. കോവിഡിന് ശേഷം മിക്കവാറും എല്ലാ കമ്പനീസും ഫുൾ ടൈം റിമോട്ട് ജോബ് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. യൂറോപ്യൻ കൺട്രീസിലേക്ക് വരാനും ഇവിടെ വന്ന് സെറ്റിൽ ആവാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ നൊമാഡ് വിസ. നമ്മൾ ഏത് കൺട്രീസിലാണോ പോകുന്ന ആ കൺട്രിയിൽ ടാക്സ് പേ ചെയ്ത് നമുക്ക് നല്ലൊരു ലൈഫ് അവിടെ ലീഡ് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, നമുക്ക് കിട്ടുന്ന ഓഫർ ലെറ്ററിൽ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വിത്ത് റിമോട്ട് വർക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.